ആഴ്ചകളിലായി നമ്മൾ ന്യായപ്രമാണ ബന്ധത്തിൽ പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് 9ാമത്തെ എപ്പിസോഡായിരിക്കുന്നു. ഇന്ന് പ്രത്യേക കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ച പോലെ ചോദ്യ ഉത്തര വേദിയായിട്ടാണ് ഇന്ന് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അത് അപ്പോ ചോദ്യ ഉത്തര വേദിയായിട്ട് ഇടാൻ കാരണം നമ്മൾ ഇതുവരെയും പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയങ്ങൾ എത്രത്തോളം നാം നമ്മളുടെ ഉള്ളിലാക്കി അല്ലെങ്കിൽ അത് സംഗ്രഹിച്ചിരിക്കുന്ന കാര്യത്തെ കുറിച്ചൊന്നും നാം തന്നെ ചോദന ചെയ്യാനാണ്. അല്ലാതെ ഇതൊരു പരീക്ഷയായിട്ടും മറ്റും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇത് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അത് വെറുതെ കേട്ട് അങ്ങോട്ട് മറന്നു കളയുന്ന വിഷയമല്ലാത്തതുകൊണ്ട് അത് ക്രിസ്ത്യ ജീവിതത്തിന്റെ ചില അടിസ്ഥാന കാര്യങ്ങളെ ഓർപ്പിക്കുന്നതാണ്. നമ്മളുടെ ചില ഉപദേശ സത്യങ്ങളെ ഈ ന്യായപ്രമാണമാണ് നമ്മളെ അടിസ്ഥാനമായിട്ട് ഉറപ്പിക്കുന്നത്. രക്ഷയും അതേപോലെ തന്നെ അഭിഷേകവും ആത്മനിറവും ആരാധന അങ്ങനെയുള്ളതായ പല എല്ലാ കാര്യങ്ങളും തന്നെയും ഈ ന്യായപ്രമാണങ്ങളുള്ള ബന്ധത്തിൽ നമ്മൾ ഗ്രഹിക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ന്യായപ്രമാണ ബന്ധത്തിൽ തന്നെയാണ് പഴയ നിയമത്തിലുള്ളതായ സമാപന കൂടാരവും മറ്റുമുള്ളത്. അപ്പോൾ ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഈ ന്യായപ്രമാണ ബന്ധത്തിൽ നമ്മൾ സമാപന കൂടാരത്തോടുള്ള ചേർത്തുകൊണ്ട് തന്നെ നമ്മളുടെ കർത്താവിന്റെ രക്ഷന്റെ വേലയും നമുക്ക് ലഭിച്ചതായ കർത്താവ് രണ്ടാമത്തതായ ആ ഓഫീസ് മൂലം ലഭിച്ചതായ പൗരോഹിത്യ ശുശ്രൂഷയും മറ്റും ഗ്രഹിക്കാൻ തക്കോണം സാധിക്കും. ഇതെല്ലാം നമ്മളുടെ രക്ഷയുടെയും പിന്നെ അടിസ്ഥാന ക്രിസ്തീയത്തിന്റെയും കാര്യങ്ങളെ വരയിട്ട് ഉറപ്പിക്കുന്നതായ കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ പഠിക്കുന്നതെല്ലാം വെറുതെ കേട്ട് മറന്നു പോകുന്ന വിധത്തിലാകരുത്. എന്നാൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ തക്കവണ്ണമാണ് നാം ആഗ്രഹിക്കുന്നത്. തുടക്കത്തിൽ തന്നെ അത് പറയണ്ടായി. റോഷൻ ഇത് തുടങ്ങാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞത് വളരെ കട്ടിയുള്ള വിഷയമാണല്ലോ റോഷ, അത് എത്രത്തോളം ആൾക്കാർ ഉണ്ടാവുമെന്ന് അറിയില്ല. അത് റോഷൻ പറഞ്ഞത് അങ്ങനെ 1-2 പേരായാലും മതി, ഞങ്ങൾക്ക് ഇത് പഠിക്കാനുള്ളതായ ആഗ്രഹമുണ്ട്. അപ്പോൾ പഠിക്കാനുള്ള ആഗ്രഹം ഒരാളാണെങ്കിലും 2 പേരാണെങ്കിലും അത് ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ചിട്ട് എണ്ണത്തിലല്ല ദൈവം കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്നതിനുള്ള അന്തസത്യത്തിലാണ്, സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം മുമ്പോട്ട് പോകുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കർത്താവിന് ആദ്യ കാലഘട്ടങ്ങളിൽ പ്രത്യക്ഷമായിട്ട് 70 ശിഷ്യന്മാരുണ്ടായി. താൻ തന്റെ വചനത്തിന്റെ കാര്യങ്ങളെ കട്ടിയായി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ തൻ്റെതായ വ്യക്തിത്വ ബന്ധത്തിൽ താൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ പലരും ഒഴിഞ്ഞു പോയി. അവസാനം 12 പേര് ഒഴിഞ്ഞപ്പോൾ കർത്താവ് അവരെ നോക്കിക്കൊണ്ട് ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾക്കും പോകാമെന്ന്. അന്നേരം പത്രോസാണ് ഒരു കാര്യം കർത്താവിനോട് കർത്താവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരമായിട്ട് പറയുന്നത്, ജീവന്റെ വചനം നിന്നുണ്ടല്ലോ, ഞങ്ങൾ ഇത് വിട്ട് എവിടെ പോകുമെന്നാണ് പത്രോസ് ചോദിക്കുന്നത്. അപ്പോൾ കർത്താവ് ആ ചോദ്യത്തിനാണ് സംതൃപ്തനായത്. അവര് എണ്ണത്തിലൊന്നുമല്ല, ആ 12 പേരിൽ ഒരാൾ പിന്നെ പോകുന്ന കാര്യം നമുക്ക് അറിയാൻ തക്കൊണ്ടും പറ്റും. അപ്പോൾ കർത്താവിന്റെ ഐക്യ ജീവിത കാലത്തോളം താൻ പറഞ്ഞുകൊണ്ടിരുന്ന സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ കൂടെ എല്ലാവിധ അനുഗ്രഹങ്ങൾ അനുഭവിച്ചതായ ആയിരക്കണക്കിന് പേരുണ്ടെങ്കിലും തന്റെ കൂടെ പോയതായ കൂട്ടർ എന്ന് പറയുന്നത് കർത്താവിൻ്റെതായ എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാവിധ പരീക്ഷണങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന്റെ കൂടെ സഞ്ചരിച്ചവരെന്ന് പറയുന്നത് വ്യക്തമായിട്ട് പറയണ 11 പേരായിരുന്നു. ഈ 12 പേരെ കൊണ്ടാണ് പിന്നെ കർത്താവ് അത്ഭുതങ്ങൾ തന്നെ ചെയ്ത് ഈ ലോകത്തെ തകിടം മറിഞ്ഞു. അപ്പൊ പറയുന്നത് സാരം എന്ന് പറയുന്നത് കർത്താവിന്റെ ഐക്യ ജീവിത കാലത്തോളം കർത്താവ് എണ്ണത്തിലും വണ്ണത്തിലും ഒന്നുമല്ല കർത്താവ് പ്രസാദിച്ചത്. കേൾക്കുന്ന സത്യത്തെ ഉൾക്കൊള്ളുന്നത് എത്ര പേരാണോ അവരെ മാത്രമേ ഉള്ളൂ താൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ കർത്താവ് പറയണ്ടായി. ഇങ്ങനെയുള്ളതായ കട്ടിയായ കാര്യം പറഞ്ഞപ്പോൾ പലരും വിട്ടുപോയത് കണ്ടപ്പോ പത്രോസ് ചോദിച്ചു,
എന്താ നിന്നെ വിട്ട് എല്ലാവരും പോകുന്നു കണ്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പോ കർത്താവ് വീണ്ടും ഒരു കാര്യം പറഞ്ഞു, എന്റെ പിതാവ് എന്നിൽ നടാത്തതായ എല്ലാ മരങ്ങളും പറഞ്ഞു പോകുമെന്ന് പറയാം. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളോടുള്ള ബന്ധത്തില് നാം കേൾക്കുന്നതും നമ്മൾ ഗ്രഹിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ ആഗ്രഹിക്കുന്നതുമായ അവസ്ഥയിൽ തന്നെയും, അല്ലെങ്കിൽ രക്ഷയുടെ അനന്തരമുള്ള ജീവിതബന്ധത്തിലും കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഫലം കാഴ്ചകൊണ്ടുള്ള ജീവിതം നയിക്കുന്നവർ ചുരുക്കമാണെന്നാണ് നമ്മൾക്ക് അനുഭവം കൊണ്ട് ഗ്രഹിക്കാൻ കൊണ്ട് സാധിക്കുന്നത്. ഇന്ന് തന്നെ ഈ ഇങ്ങനെയുള്ളൊരു കൊറോണയുടെ കാലം തന്നെ കർത്താവ് വരുത്തുവാൻ തക്കൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ളതായ അപാകതകളെ ചോദ്യം ചെയ്യുന്ന ഇത് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിക്കാൻ 7 ചോദ്യങ്ങളുണ്ട്. അപ്പോ ഈ 7 ചോദ്യങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതായ വിഷയബന്ധത്തിലാണ്. അത് ഞാൻ ഒന്ന് സാരാംശമായിട്ട് പറയാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേൾക്കുന്നതായ വചനത്തിന്റെ ഇപ്പോൾ ഞാൻ പറയുന്ന അടിസ്ഥാനത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചത് ന്യായപ്രമാണം ബന്ധത്തിലാണ്. ചില കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് ചിന്തിച്ചുവെങ്കിലും പ്രധാനമായിട്ട് അതിനകത്ത് ചില കാര്യം നമ്മൾ എടുക്കുകയുണ്ടായി. ന്യായപ്രമാണങ്ങളിൽ എത്ര ഭാഗങ്ങൾ ഉണ്ടെന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അവിടെ ന്യായപ്രമാണ ബന്ധത്തിൽ 4 കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. കൽപ്പന ദൈവം നൽകുന്നു, പിന്നെ കൽപ്പന അനുസരിക്കാൻ തക്കമുള്ള ചട്ടം നൽകുന്നു. ഈ ചട്ടം അനുസരിച്ചു കൽപ്പന അനുസരിച്ചപ്പോൾ ഉണ്ടാകുന്നതായ കുറവുകളെയും പോരായ്മകളെല്ലാം കാണുന്ന വിധത്തിൽ വിധിക്കുന്നൊരു വിധി നമ്മെ തന്നെ വിധിക്കുന്നുണ്ട്. പിന്നെ ദൈവം നമ്മെ വിധിക്കുന്നുണ്ട്. പിന്നെ സാക്ഷ്യം, നമ്മുടെ സാക്ഷ്യവും ദൈവത്തിന്റെ സാക്ഷ്യവും ഉണ്ട്. അങ്ങനെ ഈ 4 കാര്യങ്ങളുള്ളത്. നമ്മുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ കൽപ്പന അനുസരിച്ചപ്പോൾ ദാവീദ് പറഞ്ഞതുപോലെ, നിന്റെ ന്യായപ്രമാണങ്ങൾ എന്നെ എന്റെ ഗുരുക്കന്മാരെക്കാൾ ജ്ഞാനിയാക്കി. നിന്റെ ന്യായപ്രമാണങ്ങൾ വളരെ മധുരമുള്ളത്. ഞാൻ കഷ്ടതായ നന്നായി, കാരണം നിന്റെ ന്യായപ്രമാണങ്ങൾ പഠിക്കുവാനും അതിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ തക്കവണ്ണം എനിക്ക് ഇടയായി. എന്നിട്ട് പറയാണ്, നിന്റെ ന്യായപ്രമാണം ഗ്രഹിക്കേണ്ടത് എന്നെ കണ്ണു തുറക്കണമേ. നമ്മളിപ്പോ ന്യായപ്രമാണം തന്നെ അവിടെ പറഞ്ഞു, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണ് തുറക്കണമെന്നാണ് അതിന്റെ തുടക്കത്തിൽ നമ്മൾ പറയുന്നത്. അവ പറയുന്നത് സാരം. അപ്പൊ ന്യായപ്രമാണം പറ്റുന്ന 4 കാര്യങ്ങളുള്ളത്. അത് ഞാൻ പറഞ്ഞതാണ്. ഞാനിപ്പോ അത് ഓർപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ വരുന്നത് ഇതിനോട് ബന്ധപ്പെട്ടാണ്. പിന്നെ ന്യായപ്രമാണ ബന്ധത്തിൽ തന്നെ നാം പിന്നെ രണ്ടാമത് ചിന്തിച്ചത് വെച്ച് കഴിഞ്ഞാൽ, ന്യായപ്രമാണം ലഭിച്ചവർ എത്ര പേരെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ന്യായപ്രമാണം ലഭിച്ചതായിട്ടുള്ളവര്, അതിനകത്ത് 2 പേരും നേരിട്ടല്ലാത്ത അവസ്ഥയിൽ നാം ചിന്തിക്കുകയുണ്ടായി. അത് യോസേഫും യോബുമാണ്. പക്ഷെ ന്യായപ്രമാണം പ്രമാണം അവർക്ക് ലഭിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നില്ല വേദപുസ്തകത്തിൽ. എന്നാൽ അവരുടെ ജീവിത നിലവാരം ചില അടിസ്ഥാന ഉപദേശങ്ങളിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടായിരുന്നു. പല പല പരീക്ഷകളെ അതിജീവിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോയി. അവർക്ക് ലഭിച്ചതായ അല്ലെങ്കിൽ മനസാക്ഷിയുടെ ലഭിച്ചതായ ആ ആത്മീയ സത്യങ്ങളെ അവര് വളരെയധികം ഉൾക്കൊണ്ടുകൊണ്ട് അന്ത്യത്തോടെ പിടിച്ചിരുന്നവരായിട്ട് കാണാൻ തക്കൊണ്ടും പറ്റും. അപ്പോൾ അവരെ പെടുത്തിക്കൊണ്ട് നാം ഏകദേശം ആദാം, നോഹ, എബ്രഹാം, യോസേഫ്, യോബ്, പിന്നെ മോശ, ദൂതന്മാര്, പിന്നെ കർത്താവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കർത്താവിനെ അപ്പൊ എബ്രാഹിം പറയുന്നുണ്ട്, അന്ത്യനാളിലെ കൂത്തർമൂലം. അപ്പൊ കർത്താവ് പഴയ നിയമത്തിലുള്ളതായ ആ സത്യങ്ങൾ അല്ലെങ്കിൽ മോശ പറഞ്ഞ കാര്യങ്ങളുടെ അതിന്റെ ഈ അക്ഷരങ്ങളിലല്ല, അതിന്റെ ആത്മീയതയിൽ അത് വെളിപ്പെടുത്താൻ തക്കമുണ്ടോ ഇടയായി. അത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നുവെച്ചാൽ കർത്താവ് പരോക്ഷമായിട്ട് പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ഒരു അക്ഷരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിവൃത്തിയിരിക്കാനല്ല, എന്നാൽ ആത്മീയ തലങ്ങളോട് ബന്ധപ്പെട്ട് നിവൃത്തിയിരിക്കണം. കുറച്ച് കഠിനമായിട്ട് കയറിയതാണ്. അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി ഈ ന്യായപ്രമാണം ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നീക്കേണ്ടേനോ അല്ലെങ്കിൽ പ്രവാചകന്മാരെയോ ന്യായപ്രമാണം നീക്കേണ്ടില്ല, ഞാൻ നിവർത്തിപ്പാനത്ര വന്നത്. അപ്പോൾ താൻ നിവർത്തിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞ കാര്യം ന്യായപ്രമാണത്തിന്റെ ആത്മീയ നിലയിൽ തന്നെ ആയിരുന്നു. നമ്മുടെ ആത്മാവിന് ഉറപ്പാൻ തക്കവണ്ണം
തന്റെ ആത്മതലങ്ങളോട് ബന്ധപ്പെട്ട് തന്നെയാണ് ന്യായപ്രമാണത്തെ നിവർത്തുന്ന കാര്യം പരോക്ഷമായിട്ട് ആ പറഞ്ഞ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതാണ് എബ്രായലേഖനം നാം പഠിപ്പിക്കുന്നത്. പിന്നെ അപ്പോസ്തലന്മാർക്ക് പ്രമാണം ലഭിക്കുന്നതാണ്. അത് കർത്താവ് എന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ, പായസം വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കാര്യങ്ങളെ ഗ്രഹിപ്പിച്ചു തരും. അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോസ്തലനായ പൗലോസ് മറ്റും സഭയുടെ അടിസ്ഥാന കാര്യങ്ങൾ, സഭ എന്താണെന്നും സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്നും ക്രിസ്തു സഭയുടെ തലയാണെന്നും ക്രിസ്തുവിൽ ലഭിച്ചതായ അഭിഷേകമാണ് ശരീരത്തിൻ്റെതായ അഭിഷേകം എന്നുള്ള കാര്യമെല്ലാം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചത് അപ്പോസ്തലന്മാരിലൂടെയാണ്. അങ്ങനെ അപ്പോസ്തലന്മാരിലൂടെ ഈ അങ്ങനെ എത്ര 8 പേരോളം വരും. ഈ 8 പേരോട് 8 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരിലാണ് ഈ ന്യായപ്രമാണം ലഭിച്ചായിട്ട് കാണുന്നത്. അത് ഞാൻ പഠിച്ചാൽ ഒരളവിൽ, അത്ര ആഴമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു വിധത്തിൽ അത് പഠിച്ചു പോയതാണ്. പിന്നെ കൽപ്പനയുടെ ബന്ധത്തിൽ ആദാമിന്റെ കാലഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആദാമിന് ഉണ്ടായിരുന്ന 3 കാലഘട്ടം ഉണ്ടായിരുന്നു കാര്യം അത് നമ്മൾ അറിയാമല്ലോ. ആദാം ഏകനായിട്ട് പരിപൂർണമായ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ ജീവിച്ചതായ കാര്യം, അവിടെ ഒരിക്കലും സാത്താൻ തന്നെ പ്രലോഭിക്കാൻ തക്കോണം കടന്നു വരാതെ തനിക്ക് ലഭിച്ചതായ ആ തോട്ടം കെട്ടി അടച്ചുകൊണ്ടായിരുന്നു. പിന്നെ ഭാര്യയെ ദൈവം കൊടുത്തപ്പോൾ ആ ഭാര്യയോടുള്ള ബന്ധത്തിൽ ഭാര്യയെ കൂട്ടാളിയാണെങ്കിൽ തന്നെ ഭാര്യയോട് അടുത്ത് ജീവിക്കാതെ അല്ലെങ്കിൽ കൂട്ടാളി എന്ന അവസ്ഥയിൽ അകന്നുകൊണ്ടെന്നാണ് പറയാൻ. നമ്മളത് വ്യാഖ്യാനിക്കുകയാണ്. ഞാൻ തനിച്ചാണല്ലോ താൻ പാപം ചെയ്തത്. അങ്ങനെ ജീവിച്ചിട്ടും എന്നിട്ട് പോലും താൻ കുറെ നാളുകൾ ആ ജീവിതത്തിൽ തന്നെ സാത്താൻ കടന്നു വരാതെ ആയിരുന്നു. പിന്നെ സാത്താൻ കടന്നു വന്ന ശേഷം 3-ാമത്തെ ഭാഗം, ഭാര്യയുടെ പ്രലോഭനത്താൽ പാപം ചെയ്ത് ആത്മാവിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി ആ കാലം. അവിടെ അങ്ങനെയുള്ളതായ ആ 3 കാലങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിൽ ഉൾക്കൊണ്ടതായ ചില ആത്മീയ സത്യങ്ങളും ക്രിസ്തു ജീവിതത്തിനെ അന്വർത്ഥമാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അന്ന് ചിന്തിക്കുകയുണ്ടായി. പക്ഷെ ഇന്ന് ആ ചോദ്യങ്ങളുള്ള ബന്ധത്തിൽ ഞാൻ ഇത് പറയുകയാണ്. പിന്നെ ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന് നേടാത്തീർന്ന വ്യക്തികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന് നേടാത്തീർന്നതായ വ്യക്തികൾ. അപ്പോ പാപത്തിന് കാരണമായി തീർന്നത് ആദം തൊട്ടാണ് പറഞ്ഞത്. അപ്പൊ ആദത്തിനോട് ബന്ധപ്പെട്ട് തന്നെ ദൈവം കൊടുക്കുന്നതായ ഒരു അന്ത്യനാളിൽ ഒരു ഉടമ്പടി പോലെയാണ് കൊടുക്കുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ കറക്കുന്നു. അപ്പൊ ആദത്തോട് ബന്ധപ്പെട്ട് തന്നെ, പാപത്തോട് ബന്ധപ്പെട്ട് തന്നെ അവിടെ കർത്താവ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ തന്റെ പുത്രൻ മൂലം വന്നതായ ദോഷത്തിന് പരിഹാരം വരുത്തുന്ന കാര്യം ഒറ്റയടിക്ക് പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ട്. പിന്നെ നാം അതിനകത്ത് അങ്ങനെ ആദത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ നോഹയെ കുറിച്ച് നാം പഠിച്ചു. പിന്നെ ഇയ്യോബിനെ കുറിച്ച് പഠിച്ചു. പിന്നെ എബ്രാഹിമിനെ കുറിച്ച് പഠിച്ചു. പിന്നെ യോസേഫ്, പിന്നെ മോശ. അങ്ങനെ നാം മോശ എങ്ങനെയുള്ളതായ അത്രയും ആൾക്കാരെ കുറിച്ച് നാം പഠിച്ചതാണ്. അപ്പൊ ഇതോടുള്ള ബന്ധത്തിൽ എത്ര പേരാണ് ഈ നേടാത്തിരുന്ന കാര്യം നാം അത് പഠിച്ചു കഴിഞ്ഞു. അത് ചോദ്യത്തിൽ വരാൻ തക്കോണം സാധിക്കും. അത് ഏകദേശം 6 പേരോടാണ് വന്നത്. അപ്പൊ പിന്നെ കാണുന്നത് നമ്മൾ വിവാഹം എന്ന കുദാശയുള്ള ബന്ധത്തിലാണ്. വിവാഹം എന്ന കുദാശയുള്ള ബന്ധത്തിൽ നമ്മൾ ചില കാര്യം ചിന്തിക്കുകയുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വിവാഹം നടത്തുന്ന ആളുകൾ ചെയ്തു വെക്കുന്ന ചില പോരായ്മകളുടെ അടിസ്ഥാനത്തിൽ പരിപൂർണമായ ഒരു കുടുംബത്തിന് വന്നു ഭവിക്കുന്ന ദോഷങ്ങൾ നമ്മൾക്ക് കാണാൻ തക്കവണ്ണം പറ്റും. അത് വരാൻ തക്കവണ്ണം കാരണമായത് വിവാഹ ബന്ധത്തിൽ വിവാഹം എന്തിനെ കാണിക്കുന്നുവെന്നും അതിൻ്റെതായ അന്തസ്സത്തെ എങ്ങനെയാണെന്നുള്ള കാര്യവും വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോ പൊതുവെ വിവാഹത്തിൽ ഇന്ന് കർമ്മം ചെയ്യുന്ന വ്യക്തി, ആ ധാർമ്മികം, അവരെപ്പോഴും പറയും പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് ചേരും. അപ്പോ ഞാൻ മിക്കവരും എൻ്റെ അടുത്തുള്ള ഒരു ആള് എന്നെ എപ്പോഴും പ്രസംഗിക്കാറുള്ളതാണ്. അത് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. അത് പറഞ്ഞുള്ള കാര്യമാണ്, പക്ഷെ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഭാര്യയോട് ചേരും. അതുകൊണ്ട് അവരവരുടെ കാര്യം നോക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ഇങ്ങനെയൊന്നും ബൈബിളിൽ പറയാം. എന്നാൽ അവസാനം ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, ഒരു തിര എടുത്തവരുണ്ട്.
ആ കർത്താവ് സഭയെ അല്ലെങ്കിൽ രാജ്യത്തെ സഭയെ അല്ലെങ്കിൽ തന്റെ മണവാട്ടിയെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു ശേഷം ആ പിതാവിനെ കീഴടങ്ങിക്കൊണ്ട് ഇതും കൂടെ ചേർന്ന് പറയാൻ മാത്രമേ ഉള്ളൂ വിവാഹ ശുശ്രൂഷ പൂർണ്ണമായി തീരുള്ളൂ. അല്ലാണ്ട് മകൻ അപ്പൻ അല്ലെങ്കിൽ പിതാവിനെ ഇഷ്ടം ചെയ്യാൻ തക്കൊണ്ട് ഇറങ്ങി വന്നതായ പുത്രൻ വിവാഹം കഴിഞ്ഞ ശേഷം പിതാവുമായിട്ടുള്ളൊരു ബന്ധമില്ലാതെ ജീവിച്ചതായ അവസ്ഥയിൽ ഈ വിവാഹം എന്താണ് കാണിക്കുന്നത്? ക്രിസ്തുവിനെ സഭയെ കാണിക്കാൻ തക്കവണ്ണമാണ് വിവാഹ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത്. അതാണ് പുരുഷന് സ്ത്രീ അല്ലെങ്കിൽ ഔവ്വയെ ഉണ്ടാക്കിയ ശേഷം ഒരു വാക്കവിടെ പ്രയോഗിക്കുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ട് ഇപ്പോൾ പുരുഷൻ അപ്പനെ അമ്മയും വിട്ടു സ്ത്രീയോട് ചെയ്തുള്ളൂ. അവിടെ ആദാമിനോട് ബന്ധപ്പെട്ട് അല്ലത് പറഞ്ഞിരിക്കുന്നത്, ആ സഭയെ കുറിച്ചാണ് പറയുന്നത്. ആദാം അന്ന് എന്തിനാണോ ആരെയാണോ പ്രതിനിധീകരിച്ചത് അതിനെ ഉൾക്കൊണ്ടുകൊണ്ടും അവ ആരെയാണ് പ്രതികരിക്കുന്നത് അതിനെ ഉൾക്കൊണ്ടുകൊണ്ടുമാണ് പറഞ്ഞത്. സ്ത്രീയോട് ചെയ്തു എന്ന് പറയാം. അപ്പൊ പിതാവിൽ നിന്ന് താൻ ദൈവത്വം വിട്ടുകൊണ്ട് ഒരു മനുഷ്യനായിട്ട് മനുഷ്യന്റെ ഇടയിൽ ജീവിച്ചു മനുഷ്യരിൽ നിന്ന് വീണ്ടും ജനിപ്പിക്കുന്ന ആൾക്കാരെ തന്റെ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ തന്റെ കൂട്ടാളിയായിട്ട് കാണുന്ന അവസ്ഥയാണ് അവിടെ ആ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പരോക്ഷമായി വെളിപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ആദാമിന് അമ്മയോ അപ്പനും ഇല്ലെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ. അതാണ് അപ്പൻ അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുന്നത് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ടോ? അത് മൂന്നാമതാളുള്ളതായ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നുണ്ട് തുടക്കം ആദാം ദൈവത്തിന്റെ മകൻ. അങ്ങനെ അല്ലാതെ ദൈവത്തിൻ്റെതായ ആദാമിനൊരു പ്രത്യക്ഷമായ അപ്പനും അമ്മയും ഉണ്ടായെന്നുള്ളതായ കാര്യത്തെ കുറിച്ചൊന്നും ബൈബിളിൽ ഇല്ല. അങ്ങനെ ഇല്ല. അതല്ല ബൈബിളിൽ നോക്കാം ആദാമിനെ ദൈവം നേരിട്ട് സൃഷ്ടിച്ചാണെന്ന്. അപ്പൊ അവിടെ ആ വാക്കെടുത്ത് ഉപയോഗിക്കുന്നത് തന്നെ അന്ന് ആദാം യേശുക്രിസ്തുവിനെ പ്രതികരിക്കുകയാണെന്നും കൂടാതെ തന്നെ അവ സഭയെ പ്രതികരിക്കുന്ന കാര്യത്തെയാണ് അവിടെ പറയുന്നത്. ആ ആദാമിന് വന്നതായ ഗാഠനിദ്രയെ കുറിച്ച് നമുക്ക് എപ്പോഴും കേൾക്കാറുള്ളതാണ്. കർത്താവ് കടന്നുപോയതായ ആ ദുഃഖ ദുരിതമായ അല്ലെങ്കിൽ സഭയെ രൂപീകരിക്കാൻ തക്കവണ്ണം പാവത്തിന് ശമ്പളം പരിപൂർണമായി തന്നെ ആവോച്ചു ശിക്ഷയേറ്റു ആ ഉയർത്തെഴുന്നേക്കുന്ന കാര്യത്തോട് ബന്ധപ്പെട്ടാണ് ആദാമിന് കൊടുത്ത ഗാഠനിദ്രയെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് ഉണ്ടായതാണ് അവ. അതുപോലെ കർത്താവിൻ്റെതായ ഗാഠമായ നിദ്ര എന്ന് പറയുന്നത് അത് ഭയാനകമായ ഒരു നിദ്രയാണ്. ആ നിദ്രയുടെ ഫലമാണ് നാം ഓരോരുത്തരും എന്ന് പറയുന്നത്. അതിനെ കാണിക്കാനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഈ സഭയെ താൻ തന്നെ ഇഷ്ടത്തിൽ കൊണ്ടുനടക്കുകയല്ല, പിതാവിന് ഇഷ്ടപ്രകാരം വന്ന ശേഷം പിതാവിന് പിതാവും പുത്രനും സഭയെ ഒരുമിച്ച് ജീവിക്കുന്ന കാര്യം പിന്നെ വായിച്ചിട്ടുണ്ടല്ലോ. പിതാവ് നീ എന്നെ ക്ഷയിക്കുന്നു ഇവരെയും ക്ഷയിക്കുന്നു അറിയിക്കേണ്ടേനെ, നീ എന്നിലും ഞാൻ അവരിലും ആയിരിക്കുന്ന പോലെ അവർ നമ്മൾ ഒന്നാകേണ്ടതെന്ന് പറയാം. അപ്പൊ നോക്കണം, അപ്പോ പുത്രന്റെ പിതാവ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ആ പിക്ചർ സൈഡ് ചിന്തിച്ചതാ. പുത്രന്റെ പിതാവായിരിക്കുന്നു, ഈ പിതാവും പുത്രനും സഭയിലായിരിക്കുന്നു. അപ്പൊ സ്ത്രീത്വത്തിന്റെ അവസ്ഥ വരെ കാണിക്കുകയാണ്. സഭ പുറമേ കാണുന്നു, പിന്നത്തുള്ളതായ സർക്കിളിൽ ക്രിസ്തുവിനെ കാണുന്നു, ഇന്ന സൈക്കിൾ കാണുന്നത് ദൈവത്തെ കാണുന്നു. അവിടെ സ്ത്രീത്വ അവസ്ഥയോട്ട് ഏകീഭവിപ്പിക്കുന്ന കാണാൻ തക്കോണ്ട്. പിന്നെ അതിനോട് ബന്ധപ്പെട്ട് ഏകീഭാവം നാം ചിന്തിച്ചാണ് യാഗങ്ങളുടെ ബന്ധം. അപ്പോൾ ഒരു പ്രത്യക്ഷമായിട്ടുള്ളതായ കാര്യം അവിടെ കാണുന്നുണ്ട്. പിന്നെ സഭയും ക്രിസ്തു എന്നുള്ള ഇടയിൽ വിവാഹത്തെ കാണിക്കുന്നതായ എത്ര ഇടങ്ങളുണ്ടെന്ന് അത് ഞാൻ പ്രത്യക്ഷമായിട്ട് ആ എപ്പിസോഡിൽ പറഞ്ഞിട്ടില്ല. 4 ഇടങ്ങളിലാണ് ഇത് കാണുന്നത്. 4 ഇടങ്ങളിലായിട്ട് ക്രിസ്തുവും സഭയും ഭാര്യ ഭർത്തബന്ധം അല്ലെങ്കിൽ എന്താ പറയുന്നത് അതാണ് ക്രിസ്തുവിൻ്റെതായ മണവാട്ടി മണവാളെന്ന് പറഞ്ഞ അവസ്ഥയെ സഭയെ വെളിപ്പെടുത്തുന്നുണ്ട്. അത് 4 പുതിയ നിയമത്തിൽ 4 ഇടങ്ങളിലാണ് വളരെ വ്യക്തമായിട്ട് അത് നമ്മൾക്ക് വെളിപ്പെടുത്തുന്നുണ്ട്.
ഇടങ്ങൾ പറയാം. 2 കൊരിന്ത്യർ 11:2, എഫെസ്യർ 5:23-24 വാക്യങ്ങളില്, വെളിപ്പാട് പുസ്തകം 19:7, പിന്നെ 21:9. ഈ 4 ഇടങ്ങളിലെ പ്രത്യക്ഷമായിട്ട് സഭയെ ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ട് പറയുന്നുണ്ട്. അതാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞു പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചോദ്യങ്ങളിൽ ഇപ്പൊ എടുത്ത കാര്യം അതൊന്നും കൂടെ ഇപ്പൊ തന്നെ ഇത് ഓർത്തു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് മറുപടി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് പറയാൻ പറ്റും. പിന്നെ നാഴികക്കല്ലുകളായി തീർന്ന യാഗങ്ങൾ, നമ്മൾ യാഗങ്ങളെ കുറിച്ച് പഠിച്ചു. അത് സൈഡ് എപ്പിസോഡായിട്ട് പഠിച്ചത്. അത് നാഴികക്കല്ലായി തീർന്നുള്ളത്. അതിന് നാഴികക്കല്ലായി തീർന്നതാണ് ഏതെങ്കിലും നടന്നായ ഒരു യാഗമുണ്ട്. ഹാബേലിന്റെ യാഗം, നോഹയുടെ യാഗം, ഇയ്യോബ് കഴിച്ച യാഗം, എബ്രാഹാം ഇസാക്കിനെ കഴിച്ച യാഗം, മോശ പെസഹ കഴിച്ച യാഗം, ശലോമോൻ ആലയം ഇനോഗ്രേറ്റ് ചെയ്യാൻ നേരത്ത് കഴിച്ചതുള്ള ഭയങ്കരമായ എത്രയോ ആയിരക്കണക്കിന് ആടുമാടുകളെ ആദ്യം ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യം, അത് വലിയ വലിയ ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നെ യേശു ഇതുള്ളതായ ഏകയാഗം, അതിൽ ഏകയാഗത്താൽ വിശ്വസിക്കുന്നവർക്ക് സദാകാലത്തേക്കും സദ്ഗുണപൂർത്തി വരുത്തുന്നുള്ള യാഗം, അത് മദ്യത്തിൽ നിൽക്കുന്നതാണ്. ഈ മദ്യയാഗത്തോട് ബന്ധപ്പെട്ട് ഒരു യാഗത്തിൻ്റെതായ നേടിനെ പരിപൂർണമായി മാറ്റി പൊരുളായി തീർന്ന ശേഷം പിന്നെ പൊരുളായി തീർന്ന യാഗങ്ങളോട് ബന്ധപ്പെട്ട് നമ്മിൽ ഈ യാഗങ്ങൾ വരുന്നതാണ് പൗലോസ് അപ്പോസ്തലൻ കാണിക്കുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ളതായ യാഗമായി ദൈവത്തിന് സമർപ്പിക്കാൻ തക്കവണ്ണം, ഇതിലോട്ട് കടന്നു വരാൻ തക്കവണ്ണോട് യാഗങ്ങളെല്ലാം നിൽക്കുന്നത്. ഇതാണ് ദൈവം മനുഷ്യരോട് ബന്ധപ്പെട്ട് യാഗങ്ങളെ നേരായി നിർത്തിക്കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മിലാണ് പരിപൂർണമായ ദൈവ ഉദ്ദേശം നിർത്തിയിരിക്കപ്പെടുന്നത്. ഈ സകല യാഗങ്ങളും അതിൻ്റെതായ ഓബ്ജക്ടിവിറ്റി, അതിന്റെ ഗോൾ വരുന്നത് റോമാലേഖനം 12:1-2 വാക്യങ്ങളാണ്. ഞാൻ എനിക്ക് ലഭിച്ചതാണ് കൃപനിമിത്തം നിങ്ങളോട് അപേക്ഷിക്കുന്നത് എന്താണ്? നിങ്ങളുടെ സഹോദരന്മാരെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള യാഗമായി ദൈവം സമർപ്പിപ്പിൻ. അത് നിങ്ങളുടെ ഉചിതമായ ഉദ്യോഗമാണ്. ഉദ്യോഗം എന്നല്ല ഇവിടെ, പക്ഷെ ഉദ്യോഗം എന്നാണ് പറയാനുള്ളത്. ജോലിയാണ്. ലോകത്തോട് അനുരൂപരാതെ നന്മയും പ്രസാദമുള്ള ദൈവത്തിന്റെ ഹിതം എന്തും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം അവിടെ കൊണ്ടാണ് യാഗത്തിന്റെ എന്താ പറയുക ക്ലൈമാക്സിലോട്ട് വരും, നമ്മിൽ തന്നെ വരും. ഇത് കാണുമ്പോഴാണ് യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം പ്രസാദിക്കുന്നത്. അല്ലാതെ ഈ പഴയ നിയമ യാഗങ്ങളും കർത്താവിന്റെ യാഗങ്ങളും അർത്ഥമില്ലാതെയാവും. കർത്താവിന്റെ യാഗത്താൽ നമ്മെ പോലെ ആൾക്കാർക്ക് അനുഗ്രഹം ലഭിക്കുന്നില്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ക്രിസ്തു മരിക്കുന്നു വെറുതെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ക്രിസ്തു ഉയർത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചതിന്റെ പ്രയോജനം എന്താ? പുള്ളി അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിന്റെ വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കർത്താവ് യേശുക്രിസ്തു മരിച്ചു ഉയർത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് യാതൊരു ഗുണം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ മാനവരാശിക്ക് അതുകൊണ്ട് ഗുണമില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളതായ ഉദ്ദേശം എന്താണ്? വെറുതെ ഒരു ചടങ്ങായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു കളിയാണ് അല്ല, പരമ ഉദ്ദേശത്തോട് ദൈവം കൂട്ടുന്നിരിക്കുകയാണ്. അപ്പോൾ അവസാന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞുള്ളതായ റോമാലേഖനം 12:1-2 വാക്യങ്ങൾ കൊടുത്തിരിക്കുന്നതായ എല്ലാത്തിന്റെയും സംഗ്രഹിച്ചുകൊണ്ടുള്ളതായ അല്ലെങ്കിൽ ഗോളിലോട്ട് എത്തുന്നത് നമ്മളിലാണ്. അതാണ് നമ്മൾ റോമാലേഖനം 12:1-2 വാക്യം. അത് മനോഹരമാണ്. അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് അതിന്റെ ബാക്കിയുള്ള വാക്യങ്ങൾ വരുന്നത്. അപ്പോൾ അപ്പൊ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ ഇത്രയും പേരുടേതായ യാഗങ്ങൾ നിലനിൽക്കുകയാണ്. അത് എത്ര യാഗമാണെന്നുള്ള കാര്യം പഠിച്ചതാണ്. അതിൻ്റെതായ ചോദ്യമുണ്ട്. പിന്നെ വിശ്വാസത്തെ ഈ ഭാവത്താൽ സഭയും ത്രിത്വത്തിൽ പിന്നെ ത്രിത്വത്തിൻ്റെതായ അവസ്ഥയെ സഭയെ കാണിക്കുന്നത് വേറെ ഞാൻ പഠിച്ചതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകീഭാവത്തെ യാഗം കാണിക്കുന്നുണ്ട്. അത് ഏകീഭാവത്തെ കാണിക്കുന്ന നമ്മൾ കുറച്ചും കൂടെ ആഴമായിട്ടാണ് ചിന്തിച്ചത്. അതിപ്പോൾ ആ ഭാഗത്തോട്ട് ഞാൻ ഒന്നും കൂടെ ഓർപ്പിക്കാൻ തക്കൊന്നും പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അന്ത്യനാളിലെ സകലം ക്രിസ്തുവിൽ ഒന്നാക്കുക എന്ന് പറയുന്ന എഫെസ്യർ 1-ന്റെ 10-ാം വാക്യത്തിൽ കൊണ്ട് ഒന്നാക്കുക. അതാണ് നമ്മയും ക്രിസ്തുവിൽ ഒന്നാക്കിയ ശേഷം ദൈവത്തോട് ചേർത്തുകൊണ്ട് ഒരു ഏകീഭാവത്തോട് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ഒന്നായ പലരായ നമ്മൾ ഒന്നെന്ന് പറഞ്ഞാൽ കാണിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യം. അപ്പൊ ദൈവത്തിന്റെ പരമ ഉദ്ദേശം ക്രിസ്തുവിലായി തീർന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണ്
ഇത്രയും കാര്യങ്ങൾ ഈ യാഗത്തോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഇനി വരാനുള്ള ചോദ്യങ്ങളുള്ള ബന്ധത്തിലാണ് ഇത്രയും കാര്യം ഞാൻ സംശിഷ്ടമായി പറഞ്ഞത്. ഒരു കാര്യം കൂടി പറയട്ടെ. അടുത്ത എപ്പിസോഡിലെ ബന്ധത്തിൽ അടിസ്ഥാനമായ ഒരു കാര്യം നേരത്തെ തന്നെ, ഞാനത് ഇപ്പോൾ തന്നെ പറയണമെന്ന് തോന്നണമെന്നില്ലെങ്കിലും, കർത്താവിന്റെ യാഗബന്ധത്തിൽ കർത്താവ് നേടിയതായ പ്രത്യക്ഷമായ 2 കാര്യങ്ങളുണ്ട്. കർത്താവ് വെറും ഒരു കാര്യമല്ല നേടിയത്. കർത്താവ് നേടിയത് രക്ഷ മനുഷ്യർക്ക് ചെയ്യാൻ. പിന്നെ ഈ ന്യായപ്രമാണ ബന്ധത്തിലാണ് രക്ഷയും അഭിഷേകവും ലഭിക്കേണ്ടത്. രക്ഷയും ലഭിക്കാൻ തക്കൊണ്ട് ന്യായപ്രമാണം നിവർത്തിയിരിക്കണം. അഭിഷേകം രക്ഷിക്കപ്പെട്ട ശേഷം അഭിഷേകത്തിന് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ രക്ഷിക്കപ്പെട്ടവ മാത്രമല്ല, ഈ ഭൂമി ദൈവത്തെ ഈ രക്ഷയുടെ അടിസ്ഥാനത്തിൽ മറ്റും ആരാധിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രതിഫലത്തിനായിട്ട് ദൈവത്തിന്റെ വിലയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നതായ അവസ്ഥയിൽ നാം നിലനിൽക്കണമെങ്കിൽ ഈ 2 കാര്യങ്ങളോട് ബന്ധപ്പെട്ട രക്ഷ മാത്രമല്ല, അഭിഷേകം വേണം. അത് ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ, പെസഹ കുഞ്ഞാന്റെ അറുക്കലിനാൽ ഇസ്രായേലിന് വലിയ വിടുതൽ ലഭിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു സമാന കൂടാരബന്ധത്തിൽ ആരാധന കാണുന്നത് അതിനുശേഷമാണ്. അങ്ങനെ ആരാധനയുടെ ബന്ധത്തിലാണ് പുറപ്പാട് പുസ്തകം 28 അധ്യായത്തിൽ മോശയോട് പറയുന്നത്, നീ അഹരോനെയും പുത്രനെയും എനിക്കും എന്റെ ജനത്തിനും മധ്യേ നിൽക്കേണ്ടതിന് അഭിഷേകം ചെയ്യാൻ വേണ്ടി അവർക്ക് മനോഹരമായ ഉടുപ്പ് ഉണ്ടാക്കണം. അഹരോൻ മനോഹരമായ ഉടുപ്പുണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. ആ ഉടുപ്പിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കും, ദൈവം അനുവദിക്ക് പഠിക്കും. അതിൻ്റെ ഓരോരോ നിറങ്ങളും ആ സ്വർണത്തിന്റെ ഓരോരോ ഭാഗങ്ങളിലും പഠിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവിൽ മാത്രമുള്ള ഗുണങ്ങളെ അവിടെ ചില എന്താ പറയുന്നത്, ഈ സിംബോളിക്കലായിട്ട് ചില സിമ്പിളായിട്ട് അവൾ അവസാനിക്കും. സ്വർണത്തിൻ്റെതായ സിമ്പിൾ എന്താണ്? ചുവപ്പ്, വെള്ള, അതുപോലെ പിങ്ക്, അങ്ങനെയുള്ളതായ ആ ഉടുപ്പിന് വേണ്ട, ഈ അഹരോന് വേണ്ടതായ ഉടുപ്പിൻ്റെതായ ആ കാര്യങ്ങളുടെ ബന്ധത്തിൽ യേശു ക്രിസ്തുവിന്റെ മനോഹരമായ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നത്. ആ സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ള അഭിഷേകം ലഭിക്കുകയുള്ളൂ. പക്ഷെ ഇതിനെ നേരായിട്ട് കാണിക്കാനാണ് അഹരോനെ അഭിഷേകം ചെയ്തത്. അഹരോനിലെ അഭിഷേകം എന്ന് പറയുന്നതായ പൗരോഹിത്വത്തിൽ യേശുക്ക് നേട് മാത്രമാണ്. അല്ലാതെ ആ പൗരോഹിത്യത്തിൽ ആർക്കോട് നിത്യജീവനൊക്കെ ലഭിക്കാൻ തക്കമായിട്ടില്ല. എന്നാൽ നിത്യജീവൻ ലഭിക്കേണ്ട കാര്യങ്ങളെ അവിടെ നേരായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വളരെ വ്യക്തമാണല്ലോ. പൗലോസ് പറയുന്ന ന്യായപ്രമാണ പ്രകാരം ആരും തന്നെ ദൈവത്തെ രക്ഷ പ്രാപിച്ചിട്ടില്ല. അതെല്ലാം വരാതിരിക്കുന്ന ഗലാത്യർ പറയാണ്. അത് മധ്യസ്ഥതയിലേറ്റ ശേഷം ക്രിസ്തു വരുന്നവരെയും ക്രിസ്തു നയിക്കാൻ തക്കൊണ്ടുള്ളതായ സ്കൂൾ മാസ്റ്റർ എന്ന് പറയുന്നു. അപ്പൊ ന്യായപ്രമാണം ക്രിസ്തുവിനോട് നയിക്കുക എന്ന് പറയുന്നത് അവിടെ എബ്രാഹിം പറയുന്നുണ്ട്. ന്യായപ്രമാണം ക്രിസ്തുവിനോട് നയിക്കുന്നതെന്നാണ് വളരെ വ്യക്തമായിട്ട് ദൈവവാക്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ നമ്മളോട് ക്രിസ്തുവിനോട് നയിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിൽ 2 കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി നിർവഹിച്ചു തന്നിരിക്കുന്നത്. വെറും രക്ഷ മാത്രമൊന്നുമല്ല, എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്ക് അധികാരത്തിലൂടി, അതാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യം രാജീയ പുരോഹിത വർഗവും വിശുദ്ധവും സ്വന്തം ജനവുമാവുന്നു. അപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജീയ പുരോഹിത വർഗമായാൽ മാത്രമേ ഉള്ളൂ പൗരോഹിത്യം ശുശ്രൂഷിക്കാൻ തക്കോണം ഈ ജാതിക്ക് പറ്റുകയുള്ളൂ. അപ്പൊ ഈ അഭിഷേകത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൗരോഹിത്യം നിൽക്കുന്നത്. രാജീയ പൗരോഹിത്യം പറഞ്ഞാൽ രാജാവാവുന്നവർക്ക് തമ്മിൽ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞു. അതാണ് എബ്രാഹിം നമ്മൾ 1:8-9 വായിക്കുന്നത്. ദൈവം തന്നെ നിന്റെ കൂട്ടുകാരപരമായി ആനന്ദതൈലം കൊണ്ട് അഭിഷേകം, പകരമാണെന്ന് പാരാന്ന് പറയുമ്പോൾ പകരമായിട്ട് തന്നെയാണ് അവിടെ പറയുന്നത്. കൂട്ടുകാർക്ക് പകരമായിട്ട് ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അതിന്റെ കാരണം പറയാം, നീ ദുഷ്ടതയെ ദുഷിക്കുകയും നീതിയെ ഇഷ്ടപ്പെടുകയും ചെയ്യാൻ തന്നെ. ദുഷ്ടത എന്ന് പറയുന്നത് ദൂഷിക്കാന്ന് പറയാം. നമുക്ക് ദുഷ്ടത എന്താണെന്ന് അറിയുന്നില്ല. നീതിമാൻ ആരും ഒരുത്തും പോലുമില്ല. പിന്നെ അവനെ നീതി ഇഷ്ടപ്പെടുന്നത്. എന്നാൽ നീതിമാനായ ക്രിസ്തു തൻ്റെതായ നീതി എങ്ങനെയാണോ അതേ അവസ്ഥയിൽ തന്നെ മനുഷ്യനായിട്ട്
നമുക്ക് വേണ്ടി നീതിയുള്ളവനായി ജീവിച്ചു 30 വർഷക്കാലം. ആ 30 വർഷക്കാലം അവൻ ദുഷ്ടതയെ ദുഷിച്ചു, നീതിയെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ശാവിയോഹന്നാന്റെ ആ സ്നാനത്തിന്റെ ദൈവത്തിനെ പ്രഖ്യാപനം നടത്തിയാണ്. ഇവരെന്റെ പ്രിയപുത്രൻ, ഇവിടെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷമാണ് തന്നെ നമുക്ക് വേണ്ടി താൻ്റെ അഭിഷേകം എന്നല്ല പറയാം, നമ്മൾക്ക് വേണ്ടി അഭിഷേകം ചെയ്യിക്കുന്നത്. പരിശുദ്ധാത്മാവ് ജനിക്കുന്നതിനാ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് അഭിഷേകം അല്ലെങ്കിൽ നിറയേണ്ടത്. അപ്പൊ അതെല്ലാം പഠിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ്. നമ്മൾക്ക് വേണ്ടിയുള്ളതായ അഭിഷേകം. അത് നമ്മൾ വേറെയുള്ള ഭാഗങ്ങളിലെ ഭാഗം പഠിക്കാൻ നേരത്ത് ഇപ്പൊ ഞാൻ ഒരു മുന്നോടിയായിട്ട് അതിനൊന്ന് പറയുന്നു മാത്രം. ആ ഭാഗം പഠിക്കാൻ നേരത്ത് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ആഴത്തിന്റെ. ഇത് ആഴത്ത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഇത് നമ്മൾ സമാന കൂടാരബന്ധത്തിൽ നമ്മൾ ചിന്തിക്കും. കൂടാതെ തന്നെ അല്ലാതെ പുതിയ നിയമത്തിൽ നമ്മൾ ചിന്തിക്കും. സമാന കൂടാരത്തിൽ ചിന്തിക്കാൻ നേരത്ത് മനോഹരമായുള്ളതായ ചില ചിത്രീകരണം നമുക്ക് ലഭിക്കും. അത് നമ്മൾ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചിരിക്കാൻ തക്കവണ്ണം പറ്റുന്നതാണ്. അപ്പോൾ നിഴലിനെയും പൊരുളിനെയും താരതമ്യപ്പെടുത്തി പഠിക്കുമ്പോൾ നിഴലിലൂടെ പൊരുളിൻ്റെതായ അടിസ്ഥാനങ്ങൾ നമ്മളിൽ ഉറച്ചു നിൽക്കുന്നത് കാണാൻ തക്കവണ്ണം പറ്റും. അങ്ങനെ പഠിക്കുന്ന ആളുടെ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വന്തമായിട്ട് തീരുകയും അത് ഭാവിയിൽ പ്രായോഗികമായി തീരാൻ തക്ക ഇടയാവുകയും ചെയ്യുള്ളൂ. അപ്പൊ വെറുതെ നമ്മൾ പഠിച്ചു പോയപ്പോല അങ്ങനെയുള്ളതായ പഠിപ്പില്ലാത്തതിന്റെ പ്രശ്നമാണ് ഇന്ന് ഇതര സഭകൾ നമ്മയെല്ലാം ആത്മാവില്ലാത്തവരാണെന്നും അതില്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത്. നമുക്ക് തന്നെ അറിയില്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പോലും അറിയുന്നില്ല. ഇപ്പൊ ഷാനപ്പെടുന്ന പോലെ ഏതിന്റെ അടിസ്ഥാനത്തിൽ നാം അറിയുന്നില്ല. ഒരൊറ്റ വാക്യം ആൾക്കാർ പറയാറുള്ളൂ, ഭർത്താവിന്റെ മരണത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ മരിച്ചു, അടക്കത്തെ കാണിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇറങ്ങി, കൂർപ്പിനെ കാണിക്കാൻ തക്കൊണ്ട് പൊങ്ങി വന്നു. ഇത് കാണിക്കാനാണെന്നാ പറയുന്നത്. ഇതാണ് പൊതുവെ പറയുന്നത്. എന്നാൽ ഇതിനെത്രയോ ആഴമേറിയ റോമലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അറിയാം. അവരുടെ മരണത്തോട് ചേരാൻ തക്കൊണ്ട് സ്നാനമേറ്റവരായ നിങ്ങൾ, ജലസ്നാനമാണ്. മരണത്തോടെ വിശ്വാസ ചേർന്ന ശേഷമാണ് രക്ഷിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ടവരാണ് പിന്നെയും മരണത്തോട് ചേരണം എന്തിനാ? അപ്പൊ അവിടെ എല്ലാം ആഴമേറിയ വിഷയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതെല്ലാം പഠിച്ചു കഴിയുമ്പോഴാണ് ക്രിസ്തു ജീവിതത്തിൻ്റെതായ അടിസ്ഥാനങ്ങളിൽ നമ്മൾ ഓർക്കാൻ തക്കൊണ്ട് പറ്റുള്ളൂ. ക്രിസ്തു ജീവിതത്തിന്റെ അന്തസത്ത അറിഞ്ഞിട്ട് എന്തിനു വേണ്ടി ക്രിസ്തുവിൻ്റെതായ സേവ ചെയ്യണമെന്നും അവനോടുകൂടി കഷ്ടയിക്കുമ്പോൾ അവനോടുകൂടി തേജസ്കരിക്കപ്പെടും എന്നുള്ളതായ സത്യങ്ങളെയും മറ്റും ഈ റോമാലയവുമായി ബന്ധപ്പെട്ട് ഈ നമ്മളുടെ അടിസ്ഥാന കാര്യങ്ങൾ അത് നമ്മൾ ചിന്തിക്കാണ്ടിരിക്കില്ല. ഈ വിഷയത്തിൽ ആ വിഷയങ്ങൾ ശരിക്കും തറവായിട്ട് ദൈവം അനുവദിക്കുകയാണെങ്കിൽ തറവായിട്ട് തന്നെ പോകും. അത് കേൾക്കാൻ തക്കോണം എത്ര പേരുണ്ടാവും എന്നുള്ള കാര്യം അറിയില്ല. എത്ര പേരുണ്ടായാലും ഒരു പ്രശ്നമില്ല. എനിക്ക് ഇപ്പോഴും റോഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മളിത് ഒരാളെ ആരും തന്നെ ഇത് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ ഇട്ടു. കേൾക്കുന്നവർ കേൾക്കട്ടെ, നമ്മളുടെ ഉത്തരവാദിത്വം. ശരിയാണ് പറഞ്ഞത്. ഞങ്ങൾ യെരമ്യാ പുസ്തകം പഠിക്കുന്നുണ്ട് സ്റ്റീവ് സബ്ദുള്ളത്. യെരമ്യാവിനെ കുറിച്ച് അന്ന് കളിയായിക്കൊണ്ടിരുന്ന ആരും തിരിഞ്ഞു നോക്കൂലായിരുന്നു. പക്ഷെ ദാനിയേലൊക്കെ വന്നപ്പോഴാണ് യെരമ്യാ പുസ്തകത്തെ കുറിച്ച് തന്റെ പുസ്തകം മുഴുവനും ദാനിയേലിന്റെ പുസ്തകം മുഴുവനും യെരമ്യാ പ്രവചനത്തിന്റെ ബന്ധത്തിലാണ് പോകുന്നത്. ഇന്ന് യെരമ്യാ പ്രവചന ബന്ധത്തിലാണ് വെളിപ്പാട് പുസ്തകം നിൽക്കുന്നത്. ആ പറയേണ്ട സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകന്മാരുടെ കാലത്തും അപ്പോസ്തലന്മാരുടെ കാലത്തും അവരാരും പരിഗണിക്കില്ല. വേറെ ഉദാഹരണം പറയാം. നമ്മൾ ഇന്ന് പൗലോസ് അപ്പോസ്തലനെ വലിയ അധികമായിട്ട് പരിഗണിക്കുന്നത്. ഭയങ്കരമാണ്. കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലനെ ഞാൻ അടുത്തുപോയി കാണാൻ ആഗ്രഹിക്കുള്ളൂ. പക്ഷെ തന്റെ ഈ ജീവിതകാലത്ത് ഇതൊന്നും ഉണ്ടായില്ല. തന്നെ കള്ളനാണെന്ന് പറഞ്ഞാല് ആദ്യം സഭയെ മുടിപ്പിച്ച് കിടന്ന് ഇപ്പൊ രക്ഷിക്കാൻ വന്നപ്പോ സഭയുടെ കൂടെ ചേർന്നിട്ട് ഇയാള് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബൈബിൾ വായിച്ചറിയാത്. പൗലോസ് അപ്പോസ്തലനെ തന്റെ അപ്പോസ്തലികത്തെ സ്ഥാപിക്കാൻ തക്കവണ്ണം എത്ര കഷ്ടപ്പാടുണ്ട്. ഞാൻ അപ്പോസ്തലനല്ലയോ എന്നൊക്കെ പറയും. വായിച്ചു നോക്കുക. താൻ അപ്പോസ്തലനെ സ്ഥാപിക്കാൻ ഇപ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തലനെ സ്ഥാപിക്കുന്നില്ല. ഇപ്പോൾ തന്നെ എന്താണെന്ന് അറിയില്ല. അത് വ്യാഖ്യാനങ്ങൾ പോകുന്ന പല വിധത്തിലാണ്. അത് പോട്ടെ, അതൊക്കെ ദൈവം അനുവദിക്കുകയാണെങ്കിൽ ആ ഭാഗത്തോട്ട് നാം പോകും. പക്ഷെ ഞാനിപ്പോ സാരാംശമായിട്ട് ഇതിലൂടെ ഓർപ്പിക്കുന്നറിയാം, അടുത്ത ആഴ്ചയിൽ ഈ ഭാഗം എടുക്കാൻ തക്കണം ആഗ്രഹിക്കും. കാരണം ആ യാഗമത്തിൽ മോശ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് കർത്താവാണ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിന്തിക്കാൻ തക്കമുള്ളത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നതായ റോമാലേഖനം 12 ആ യാഗത്തിൽ അത് ആഴമായിട്ട് പോകുന്നില്ല. ടച്ച് ചെയ്തിട്ട് ഇനി ഇതിൻ്റെതായ ആകത്തുകയായിട്ട് നമുക്ക് പറഞ്ഞല്ലോ. ഈ മറ്റുള്ളതായ ബന്ധങ്ങളിൽ പഠിക്കാൻ നേരത്ത് നമ്മൾ ആഴങ്ങളിലോട്ട് പോകും. അപ്പോ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇനിയുള്ളതായ സമയം ചോദ്യോത്തരത്തിന് വേണ്ടിയാണ്. ഏകദേശം എത്ര ടൈം ഉണ്ടാവും? ഇപ്പൊ 9:12 എന്റെ വാച്ചിലായി. അപ്പൊ എന്നിട്ടേ ആദ്യത്തെ ചോദ്യം. ചോദ്യം ഇതാണ്, ന്യായപ്രമാണത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ. അപ്പോൾ ഇതില് എത്രാമത്തെയാണ് ശരി എന്നുള്ള കാര്യം അറിയാവുന്നവർക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് അത് പറയാം. ഒന്നാമത്തെ ആണോ ശരി, രണ്ടാമത്തെ ആണോ, മൂന്നാമത്തെ ആണോ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാണിത്. കേൾക്കുന്നുണ്ടോ? രണ്ടാമത്തത് ബി. രണ്ടാമത്തത് ബി. ഓക്കെ, കറക്റ്റ്. അപ്പോ അവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പച്ചയായിട്ട് വരൂട്ടാ. റോഷൻ അതിന് ഒരു എന്ത് കൊടുത്തിട്ടുണ്ടല്ല, പ്രീമോൻ അവിടെ ഒരു എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പച്ച തെളിയും. അതിന് അവനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ സോഫ്റ്റ്വെയർ. ഓക്കെ അത് പോട്ടെ. അപ്പൊ പച്ചയായിട്ട് തെളിഞ്ഞു വരും. ഓക്കെ, അപ്പൊ അന്ന് അടുത്തിട്ടേര്. അപ്പൊ ജോസല്ലേ പറഞ്ഞത്? അതെ. അപ്പോ നിയമം അധികരിച്ചു, യാഗം തുടങ്ങിയ അല്ല പറയുന്ന നിയമം അധികരിച്ചു പഠനം തുടങ്ങിയ അതിന്റെ ഭാഗങ്ങൾ ഏതാണ്? നമ്മൾ ഏത് ഭാഗത്തോട് ബന്ധപ്പെട്ടാണ് ഈ നിയമത്തെ നമ്മൾ വിഭാഗിക്കാൻ തക്കമെടുത്ത ഭാഗം? ആദ്യത്തെ എപ്പിസോഡിൽ, രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ആ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ന്യായപ്രമാണത്തെ ഈ പറഞ്ഞ 4 വിഷയങ്ങളിൽ ചിന്തിച്ചത്. ഓർക്കുന്നുണ്ടോ? അത് ഞാൻ ആ ക്ലാസ്സിൽ ഉണ്ടായില്ല. ജോസ് ഉണ്ടായിരുന്നില്ല. ന്യായപ്രമാണത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങിയ പൊതുവെ ന്യായപ്രമാണം ഇങ്ങനെ വിഭാഗിച്ച് പഠിക്കുമ്പോ ആ ഭാഗമാണ് എടുത്തിട്ട് പൊതുവെ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം എടുത്തിട്ട് ചിന്തിക്കാൻ തക്കോടെ. അതിനകത്ത് ന്യായപ്രമാണത്തെ ഇങ്ങനെ 4 ഭാഗങ്ങളിലും പിന്നെ ചില സംശയകരമായുള്ള ഒരു കാര്യം കൂടെ അതാണ് തിരുത്തുകയുണ്ടായി പറയുന്നത്. ആവർത്തനം 6 ഞാൻ ഉദ്ദേശിച്ചാണ് കേട്ടോ. അവിടെ കൊണ്ടാണ് നമുക്ക് ഇതിന് ന്യായപ്രമാണത്തിന്റെ ആണ് ചില കാര്യങ്ങൾ അതാണ് മോശം മൂലം വെളിപ്പെട്ടത്. പിന്നെ അടുത്ത ഇടണം. നാഴിക കലുകളായ യാഗങ്ങൾ എത്രയാണ് നമ്മൾ ചിന്തിച്ചതാ. എന്നുവെച്ചാൽ ആ യാഗങ്ങളാണ് കർത്താവിന്റെ യാഗത്തോട് ചൂണ്ടിക്കൊണ്ടുകൊണ്ട് പിന്നെ അവസാനം പൗലോസ് അപ്പോസ്തലൻ കാണിക്കുന്ന വിശ്വാസികളുടെ യാഗമായി 6 8 ആദ്യം തുടങ്ങണം. ആദം, ആബേല്, അങ്ങനെ 8 പേര് വരും. 8 പേര് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എന്റെ എണ്ണം തെറ്റിയതാ. അപ്പോ ഇത് അവസാനം ഒരു പ്രസന്റേഷൻ തരാൻ തന്നെ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു പ്രസന്റേഷനെ ഇപ്പൊ എല്ലാം കൂടെ ഇപ്പൊ ജോസിന്റെ ഇപ്പൊ വന്നിരിക്കുന്നത് എടുത്തേക്കണേത് ഇപ്പൊ പോയിന്റ് ആദ്യം കിട്ടിയിരിക്കുന്നത് ജോസിനാ. പിന്നെ അടുത്തത് എന്തോ ജോസ് പറഞ്ഞേ?
ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. വിവാഹത്തിന് പിന്നെ വിവാഹ ബന്ധത്തിൽ മാനുഷികമല്ലാത്ത വിവാഹം കാണുന്ന ഇടം അല്ലെങ്കിൽ കർത്താവും സഭയുമായിട്ട് കാണിക്കുന്ന ഇടം എത്ര ഇടമുണ്ട്? കർത്താവും സഭയായിട്ടുള്ളതായ വിവാഹത്തോട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. ഇതിൽ മണവാട്ടിയും മണവാളും എത്ര ഇടങ്ങളിലുണ്ട്? ഇത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതാ. കുറച്ചു മുമ്പ് ഞാൻ വെളിപ്പെടുത്തിയതാ. ആ ഭാഗങ്ങളും പറഞ്ഞു. രണ്ടല്ലേ? അല്ല ഒന്ന് അല്ല 4 ഇടങ്ങളിൽ പറഞ്ഞു. എഫ്സി ലേഖനത്തിൽ പറയുന്നുണ്ട്, പിന്നെ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷനായിട്ട് ഞാൻ വിവാഹം. എഫ്സി ലേഖനത്തില് സഭയെ ഞാൻ ഇത് ക്രിസ്തുവിനും സഭയുള്ള മർമ്മം എന്ന് പറഞ്ഞിട്ട് വിവാഹത്തെ ക്രിസ്തു സഭയായിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ കണ്ടെടുത്തു. വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ എന്തോ കുഞ്ഞാടിന്റെ കല്യാണം. പിന്നെ അങ്ങനെ 4 എടുത്തുണ്ട് പ്രത്യക്ഷമായി. ആദ്യം പറഞ്ഞ കേട്ടില്ല ബ്രദറെ. ആദ്യം നമ്മൾ കാണുന്നത് ഈ കർത്താവുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നത് കൊരിന്ത്യർ ലേഖനത്തിലാണ്. അപ്പൊ കൊരിന്ത്യർ ലേഖനത്തില് നമ്മുടെ അത് ഞാൻ പറഞ്ഞ 2 കൊരിന്ത്യർ 11-ന്റെ 2-ാം വാക്യം. അറിയാം. പിന്നെ എഫ്സി ലേഖനം 5-ന്റെ 23, 24. അതറിയാം. അത് രണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ പിന്നെ ഉണ്ട് വെളിപ്പാട് പുസ്തകം 19-ന്റെ 7 കുഞ്ഞാടിന്റെ കാന്തയെ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. സമ്മതിച്ചു. അത് ഞാൻ വിട്ടുപോയി. പുതിയ യെരൂശലേം എന്ന് പറയുന്നത് തന്നെ കാന്തയോട് ബന്ധപ്പെട്ടാ പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ കാന്തയോട് ബന്ധപ്പെട്ടുള്ളതായ ഒരു കാര്യമാണ് പുതിയ യെരൂശലേം എന്ന് പറയുന്നത്. നമ്മൾ അത് കാര്യങ്ങൾ ചിലപ്പോ ഈ വെളിപ്പാട് പുസ്തകത്തിലെ ചില കാര്യങ്ങൾ അതിപ്പോ പൊതുവെ ഞാൻ വെളിപ്പാട് പുസ്തകം പഠിച്ചതിന്റെ അടിസ്ഥാനത്തില് ചില കാര്യങ്ങൾ ഇന്ന് പൊതുവെ പറയുന്നതിൽ ചേരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കാന്തയെ സഭയായിട്ട് പറഞ്ഞ ശേഷം പിന്നെ പുതിയ ജെറുസലേം, ന്യൂ ജെറുസലേം എന്ന് പറഞ്ഞിട്ട് കാന്തി ഇറങ്ങി വരും, സ്വർഗത്തിൽ ഇറങ്ങി വരുന്നു എന്ന് പറയുന്നു. അപ്പോ അത് വേറെ വിഷയമാണ്. അപ്പൊ അങ്ങനെ 4 സ്ഥലത്ത് പറയുന്നുണ്ട്. ഇനി അടുത്തിട്ടെ അല്ല, പ്രമാണം പഴയ നിയമാനുസരണം എങ്ങനെയുള്ളതാണ്? അത് മരണത്തിന്റെ പ്രമാണം. മരണത്തിന്റെ പ്രമാണം. മരണത്തിന്റെ പ്രമാണം. മരണത്തിന്റെ പ്രമാണം. അപ്പൊ സി ആണത്. താങ്ക് യു. അടുത്ത് പറ. അപ്പൊ എനിക്ക് തോന്നുന്ന പ്രസന്റേഷൻ ജോസഫ് കൊണ്ടുപോകുന്നു. ഒരു മനുഷ്യനും ഈ ആരും ഉണ്ടാതിരിക്കുന്നത് എന്താ? തെറ്റ് പറഞ്ഞാലും കുഴപ്പമില്ല. അതിൻ്റെ പിന്നെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ഏദൻ തോട്ടത്തിലെ ആദാമിന്റെ കാലഘട്ടങ്ങൾ ഏതെല്ലാം അതിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സി മൂന്നാമത്തത്. മൂന്നാമത്തത് കറക്റ്റ്. സി.